ചായയാണെന്ന് കരുതി സച്ചി തലയിലേക്ക് ചായ ഒഴിക്കുന്ന രസകരമായ രംഗത്തിലൂടെയാണ് ചെമ്പനീർപ്പൂ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രേവതിയോടുള്ള ദേഷ്യം സച്ചി എല്ലാ വിധത്തിലും തീർക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇതിനിടയിൽ സച്ചിക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചായ തലയിൽ ഒഴിക്കുന്ന സച്ചിയെ കണ്ട് എല്ലാവരും ചിരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദീപാവലി ആഘോഷത്തിനിടയിൽ രേവതിയുടെ അനിയൻ സച്ചിക്ക് ഒരു സ്വർണ്ണമോതിരം സമ്മാനിക്കുന്നുണ്ട്. എനിക്ക് സ്വർണ്ണമോതിരമൊന്നും വേണ്ട, അത് ഞാൻ വാങ്ങിക്കില്ല എന്ന് സച്ചി രേവതിയുടെ അനിയനോട് പറയുകയാണ്. കല്യാണത്തിന് രേവതി ഇട്ട ഒരു ഗോൾഡ് സച്ചി പണയം വെക്കുകയും അതിന്റെ ഭാഗമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ സച്ചി മോതിരം വാങ്ങാൻ വേണ്ടി മടിക്കുകയാണ്. വർഷയുടെയും ശ്രീകാന്തിന്റെ ആദ്യത്തെ ദീപാവലിയാണ്. പരസ്പരം മധുരം കൊടുത്തുകൊണ്ട് അവർ ദീപാവലി ആഘോഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയെ വെല്ലുവിളിച്ചുകൊണ്ട് രേവതി പടക്കം പൊട്ടിക്കുന്നതാണ്. പടക്കം പൊട്ടിക്കുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകണം, അല്ലാതെ പേടിച്ച് ഓടരുത് എന്നൊക്കെ രേവതി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. പടക്കം പൊട്ടുമ്പോൾ രേവതിയാണെങ്കിൽ ആകെ പേടിച്ച് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളെല്ലാം നാളത്തെ എപ്പിസോഡിൽ കാണാം.